CPM നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കപ്പലണ്ടി വിറ്റ് നടന്ന കെ കണ്ണൻ കോടിപതിയാണ്. AC മൊയ്തീന്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസ്സിലുള്ളവരുമായാണ്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ സ്വകാര്യ സംഭാഷണമാണ് പുറത്തുവന്നത്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ, ഏതൊക്കെ നേതാക്കൾക്കെതിരെയാണ് അല്ല കേക്കാറിന് അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും. ഇവരൊക്കെ നല്ല പിടിക്കും. ഇവരൊക്കെ ഭയങ്കരപ്പോ കണ്ണാട്ടൊക്കെ ഓടാനോടി വെക്കും. പൊളിറ്റിക്സ് രക്ഷപ്പെട്ടതാണ്. കപ്പലണ്ടിയാണ് കപ്പലണ്ടി ഏറ്റവും വരുന്നത് തൃശ്ശൂരാണ്. ആളാണ് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വെക്കും. അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സാണ്. എണ്ണങ്ങളെത്തി അനൂപ് AC നിസ്സാര ആൾക്കാരാണ്. എന്നൊക്കെ പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ. AC മൊയ്തീൻ, കണ്ടംകുളത്തി. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, ഇപ്പോൾ നമ്മൾ കേട്ടത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ആ സംഭാഷണത്തിലെ ചില ഭാഗങ്ങളാണ്. ഏതൊക്കെ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്? ദിവ്യ, തൃശ്ശൂരിലെ CPM രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കാവുന്ന ചില സംഭാഷണ ശകലമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ നിലവിലെ ജില്ലാ സെക്രട്ടറിയായ ശരത് പ്രസാദാണ്. അദ്ദേഹം പറയുന്നത് CPM നേതാക്കൾക്ക് സാമ്പത്തിക കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. പലരും രാഷ്ട്രീയത്തിൽ വന്ന് പണം നേടി പണം ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നതിൽ പ്രധാനമായി പറയുന്ന ചില പേരുകൾ, ഒന്ന് ജില്ലയിലെ പ്രധാനിയായ AC മൊയ്തീന്റെ പേരാണ്. മറ്റൊന്ന് വർഗീസ് കണ്ണംകുളത്തി, തൃശ്ശൂർ കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായ വർഗീസ് കണ്ണംകുളത്തി. KKR എന്ന് പറയുന്നത് KK രാമചന്ദ്രനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം MLA കൂടിയാണ്. അതുപോലെ തന്നെ MK കണ്ണൻ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. CPMന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. ഇവർക്കെതിരെയുള്ള ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചെന്നുള്ളതാണ് ശ്രദ്ധേയം. സാമ്പത്തിക ആരോപണമാണ് ശരത് ഉന്നയിക്കുന്നത്. പ്രധാനമായി ഇതിൽ പറയുന്നത് ആരോപണം ഡിവൈഎഫ്ഐ, അതായത് കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ ഇന്ന് കോടിപതി ആയിട്ടുണ്ട് എന്ന് MK കണ്ണനെ കുറിച്ച് ശരത്ത് പറയുന്നു. AC മൊയ്തീന്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസ്സുമായാണ് എന്ന് പറയുമ്പോൾ പല ടോപ്പ് ക്ലാസ്സുമായി പല പണമിടപാടുകളും AC മൊയ്തീനുണ്ട് എന്ന് ശരത്ത് പറഞ്ഞു വെക്കുന്നു. പണം പിരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എളുപ്പമാണെന്നും ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ SFI നേതാക്കൾ പണം പിരിക്കുമ്പോൾ 5000 മുതൽ 10,000 വരെയാണ് പണം ലഭിക്കുകയെങ്കിൽ ജില്ലാതല നേതാക്കൾ പണം പിരിക്കുമ്പോൾ ലക്ഷങ്ങളാണ് ലഭിക്കുക എന്നും ആ സംഭാഷണത്തിൽ പറയുന്നു. വലിയൊരു സാമ്പത്തിക അഴിമതി ഇത്തരത്തിൽ നടക്കുന്നു എന്ന് CPM സർക്കിളിലുള്ള അല്ലെങ്കിൽ DYFI സർക്കിളിലുള്ള ഒരു നേതാവ് തന്നെ പറയുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് വലിയൊരു ശബ്ദരേഖ കുരുക്കായി CPMന് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനീ പറഞ്ഞ നേതാക്കളൊക്കെ തന്നെ AC മൊയ്തീൻ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു, മുൻ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു. MK കണ്ണൻ CPMന്റെ മുതിർന്ന നേതാവാണ്. വർഗീസ് കണ്ടംകുളത്ത് തൃശ്ശൂർ ജില്ലയിലെ CPMലെ പ്രധാനിയാണ്. കോർപ്പറേഷൻ സംബന്ധിച്ച CPMന്റെ എല്ലാ നീക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് വർഗീസ് കണ്ടംകുളത്തിയാണ്. അതുപോലെ തന്നെ KK രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ എന്തായാലും നേതൃനിരയിൽ തന്നെയുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 5 വർഷം മുമ്പുള്ള സംഭാഷണമാണിത് എന്ന് ശരത്ത് പറയുക വഴി ഇത് ശരത്ത് തന്നെയാണ് പറഞ്ഞത് എന്ന കാര്യം വ്യക്തമാവുന്നു. ഇത് സംഭാഷണം നടത്തിയത് നിബിൻ ശ്രീനിവാസൻ എന്ന വ്യക്തിയോടാണെന്ന് മനസ്സിലാക്കുന്നത്. പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് തന്നെയാണോ ഈ സംഭാഷണവും പുറത്തു വന്നത്? അങ്ങനെ തന്നെ കരുതേണ്ടി വരും. ഈ സംഭാഷണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തറ ബാങ്കിനെതിരെ ആരോപണം ഉന്നയിച്ച നിബിൻ ശ്രീനിവാസൻ. കഴിഞ്ഞ ദിവസം നിബിന്റെ ആരോപണങ്ങൾ നമ്മൾ വാർത്തയായി തന്നെ കൈകാര്യം ചെയ്തിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് നിബിനുമായി വർഷങ്ങൾക്ക് മുമ്പ് ശരത്ത് നടത്തിയ സംഭാഷണമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ നിബിൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കേണ്ടതുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭാഷണം എന്ന് പറയുമ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭാഷണം എന്ന് പറയുമ്പോൾ അന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ജില്ലയിൽ കത്തി നിന്ന സമയമാണ് എന്ന കാര്യം ഓർക്കണം. ഏതാണ്ട് ആ സമയത്താണ് ഇത്തരത്തിൽ നേതാക്കൾ പണമുണ്ടാക്കിയതിനെ കുറിച്ച് അന്നത്തെ നേതാവായിരുന്ന ശരത്ത് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആരോപണം. ഈ പറയുന്ന കെ കണ്ണനാണെങ്കിലും അനൂപ് ഡേവിസ് കാട അദ്ദേഹമാണെങ്കിലും AC മൊയ്തീൻ ആണെങ്കിലൊക്കെ തന്നെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ആരോപണങ്ങൾ നേരിടുന്നവരാണ്, ചോദ്യം ചെയ്യൽ നേരിടുന്നവരാണ്. ഇവർക്കെതിരെയാണ് അവരുടെ സംഘത്തിലെ തന്നെ ഒരു ചെറിയ നേതാവ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം.
എന്തായാലും ഇക്കാര്യത്തിൽ ഈ CPM നേതൃത്വം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. പ്രാഥമികമായി ഫോണിൽ ബന്ധപ്പെട്ടുള്ള ഇവരാരും തന്നെ കൃത്യമായൊരു പ്രതികരണം നമുക്ക് നൽകിയിട്ടില്ല. MK കണ്ണനുമായി അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. ആരോപണം ഉന്നയിച്ച ആളുമായി ചോദിക്കണം, അദ്ദേഹത്തോട് പോയി ചോദിക്കുമെന്നാണ് MK കണ്ണൻ അല്പസമയം മുമ്പ് ഫോണിൽ എന്നോട് പറഞ്ഞത്. എന്തായാലും CPM നേതൃത്വം ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് കണ്ടറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഈ സാമ്പത്തിക ആരോപണ പരാതികൾ ഈ AC മൊയ്തീനെ ചുറ്റിപ്പറ്റിയും MK കണ്ണനെ ചുറ്റിപ്പറ്റിയും ഒക്കെ വലിയ രീതിയിൽ നേരത്തെ കരൂനൂർ കേസിലൊക്കെ പ്രതിയാണ് കണ്ണൻ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഈ സാമ്പത്തിക ആരോപണങ്ങൾ വലിയ രീതിയിൽ വഴിവിട്ട രീതിയിൽ ഇടപാടുകളൊക്കെ നടത്തിക്കൊണ്ട് സ്വത്ത് സമ്പാദനം, ഇതൊക്കെ വലിയ രീതിയിൽ ജില്ലാ കമ്മിറ്റിക്കകത്തൊക്കെ ചർച്ചയായിട്ടുണ്ടാകില്ലേ നടരാജ് നേരത്തെ തന്നെ? നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഈ ശബ്ദരേഖ CPM ജില്ലാ നേതൃത്വത്തിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അവർ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നറിയില്ല. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പലതവണ പാർട്ടി പ്രതിരോധിച്ചതാണ്. പലപ്പോഴും കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതൃത്വത്തിലെ പലർക്കും തെറ്റുപറ്റി എന്ന് CPM സമ്മതിച്ചിട്ടുള്ളപ്പോഴും ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ വലിയ തെറ്റുപറ്റിയതായി CPM സമ്മതിച്ചിട്ടില്ല. പക്ഷേ നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട്, പലർക്കെതിരെ നോട്ടീസ് വന്നിട്ടുണ്ട്, ED അതിന്റെ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോഴൊക്കെയും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു വാദമാണ് CPM ഉന്നയിച്ചിരുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുകയും ഇതിലുള്ള നടപടികൾ പലപ്പോഴും കുറഞ്ഞു എന്ന ആരോപണമൊക്കെ വരികയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ CPM ഈ ശബ്ദരേഖ സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടത്തി വരികയാണ്. ഈ പറഞ്ഞ ജില്ലാ സെക്രട്ടറിക്ക് DYFI ജില്ലാ സെക്രട്ടറിക്ക് നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ കണ്ടറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇത് ഈ പറഞ്ഞ വിഷയത്തിലെ വാസ്തവം പുറത്തു വരണം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ മുതിർന്ന നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയേണ്ടതുണ്ട്.